നാടിനെ അറിയാം. രാവണേശ്വരം. രാവണേശ്വരം എന്ന നാടിന്റെ ഐതിഹ്യത്തിലേക്കും സവിശേഷതകളിലേക്കും ഏവർക്കും സ്വാഗതം. രാവണേശ്വരം രാവണന്റെ തപസ്സിനാൽ അനുഗ്രഹീതമായ നാട്. രാവണ കഥകളിൽ എന്നും രാക്ഷസ രൂപം കിട്ടിയ രാവണനെ പൂജിക്കുന്ന നാട്ടുകാർ ലോകത്ത് വളരെ വിരളമായിരിക്കാം. പക്ഷേ എല്ലാ മനുഷ്യരിലും നന്മ മാത്രം ദർശിക്കുന്ന രാവണേശ്വരത്തുകാർക്ക് രാവണന്റെ തിന്മയെ അകറ്റി നന്മയെ ഉൾക്കൊള്ളാൻ അനായാസം സാധിച്ചു. നമുക്കിങ്ങനെ അനുമാനിക്കാം. പെരും തൃക്കോവിലപ്പന്റെ ചൈതന്യമുള്ള നാടിനെ ഇങ്ങനെയൊരു പേര് വരാൻ മറ്റെന്താണ് കാരണം? ഒരു കാലത്ത് രാവണൻ തപസ് ചെയ്ത ഗുഹ ഇന്നും ഇവിടെ നിലനിൽക്കുന്നതിനാൽ രാവണൻ ഈശ്വരനെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് പരമേശ്വരന്റെ ചൈതന്യം ലഭിച്ചതെന്ന് ഇന്നും നാം വിശ്വസിക്കുന്നു. അതിനാൽ പരമേശ്വരന്റെ ചൈതന്യം നാടിന് ലഭിക്കാൻ കാരണഭൂതനായ രാവണപ്രഭുവിനെ വിസ്മരിക്കാൻ രാവണേശ്വരത്തുകാർ ഒരുക്കമല്ല. രാവണി, ബീയിങ് ദ സൺ ഓഫ് രാവണ, രാവണേശ്വരം നെവർ ബിക്കംസ് രാവണേശ്വരം. രാവണി രാവണന്റെ മകനാകുന്നിടത്തോളം കാലം രാവണേശ്വരം എന്ന വാക്കിന് പ്രസക്തിയില്ല. ഇത് രാവണേശ്വരം ആണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. രാവണേശ്വരത്തിന്റെ ചരിത്രം പറയുമ്പോൾ രാവണേശ്വരം എവിടെ തുടങ്ങുന്നു? രാവണേശ്വരത്തിന്റെ തുടക്കം കുറിക്കുന്നത് തണ്ണോട്ട് നാടിന്റെ കിഴക്കുവശമായ കളിയങ്ങാനം മുതലാണ്. ഇവിടുന്ന് തുടങ്ങുന്നു നമ്മുടെ ജലസ്രോതസ്സിന്റെ ആരംഭവും. കിഴക്കുഭാഗം കളിയങ്ങാനവും പടിഞ്ഞാറ് ഭാഗം കൊടിയലങ്ങാൽ മുതൽ ചിത്താരിപ്പുഴ കുന്നത്തുകടവ് വരെ നീണ്ടു പരന്നു കിടക്കുന്നു. ഇതിന്റെ വടക്കുഭാഗത്ത് പള്ളിക്കര പഞ്ചായത്തും തെക്കുഭാഗം വേലാശ്രം നാടിന്റെ കുറച്ചു ഭാഗവുമാണ് സ്ഥിതി ചെയ്യുന്നത്. കളിയങ്ങാനം ശാസ്താംകാവ്. കളിയങ്ങാനം ശാസ്താംകാവാണ് രാവണേശ്വരത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശം. ശാസ്താംകാവിൽ നിന്നുമാണ് നാടിന്റെ ജലസ്രോതസ് തുടങ്ങുന്നതും. ഇവിടെ പാറക്കെട്ടുകളാൽ മൂടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന ജലമാണ് തണ്ണോട്ട് നാടിനെ മറ്റുള്ള നാടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന തോടുകളിലൂടെ പല നാടുകൾ കടന്ന് ചിത്താരിപ്പുഴയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ശാസ്താവിനെ കുടിയിരുത്തിയതിനാൽ ശാസ്താംകാവ് എന്നറിയപ്പെടുന്നു. വളരെ തണുത്ത ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഓരോ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ശാസ്താവിന് പൂജയർപ്പണമുണ്ടാവാറുണ്ട്. ഈ സ്ഥലത്തെ വളരെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നതിനാലും ശബരിമലയുടെ ചൈതന്യമുള്ള സ്ഥലമായി കണക്കാക്കുന്നതിനാലും പൊതുവെ ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കാറില്ല. ഇവിടത്തെ പാറക്കെട്ടുകളും അരുവികളും പലതരം മരങ്ങളും കിളിക്കൊഞ്ചലുകളും പുരുഷന്മാർ മാത്രമാണ് അനുഭവിച്ചറിയുക. അതിപുരാതന കാലം തൊട്ടേ അയ്യപ്പ ഭക്തർ ഇവിടെ അർച്ചന നടത്താറുണ്ട്. ഇവിടെ തുടങ്ങുന്നു രാവണേശ്വരത്തിന്റെ യാത്ര. തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പഴക്കം എത്രയെന്ന് നിശ്ചയമില്ല. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രമാണ് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. തണ്ണോട്ടപ്പന്റെ ആരൂഢമാണ് ഈ ക്ഷേത്രം. പൊതുവെ വാഴുന്നവരുടെ അധീനതയിലാണ് രാവണേശ്വരത്തെ പല ക്ഷേത്രങ്ങളും കാണപ്പെട്ടത്. അതിന്റെ ഫലമായി തണ്ണോട്ട് ക്ഷേത്രം ഇന്ന് അരവത്ത് വാഴുന്നവരുടെ അധീനതയിലാണ്. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. എല്ലാ വർഷവും മീനം 26-ന് ഉത്സവവും ഏപ്രിൽ 26-ന് പ്രതിഷ്ഠാ ദിനവും കൊണ്ടാടുന്നു. ഇപ്പോൾ നാട്ടുകാരുടെയും നാട്ടിലെ ഗൾഫ് മലയാളികളുടെയും സഹകരണത്തോടെ ഇവിടെ ക്ഷേത്രത്തിന്റെ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവണേശ്വരം പരിധിയിലെ ഏക മഹാവിഷ്ണു ക്ഷേത്രമാണ് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ രാവണേശ്വരത്തിന്റെ പല ഭാഗത്തു നിന്നും ഭക്തർ ഇവിടെ ദേവനെ ദർശിക്കാനായി എത്താറുണ്ട്. ശിവശംഭോ 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 ഓം ശിവശംഭോ. പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രം. രാവണേശ്വരം പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രം രാവണേശ്വരത്തിന്റെ മൂലസ്ഥാനമായി അറിയപ്പെടുന്നു.
രാവണേശ്വരത്തെ രാവണേശ്വരമാക്കി മാറ്റിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ രാവണൻ തപസ് ചെയ്തതുകൊണ്ടാണ് നാടിന് ഈ പേര് വന്നത്. ഐതിഹ്യം പറയുന്നതിങ്ങനെ: ലങ്കയിൽ കൊടും വറുതിയും ദാരിദ്ര്യവും വരാൻ പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞ രാവണൻ തന്റെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഇഷ്ടദൈവമായ പരമേശ്വരനെ തപസ് ചെയ്യാൻ തന്റെ പുഷ്പക വിമാനത്തിൽ കൈലാസത്തിൽ ചെല്ലുന്നു. ഐശ്വര്യത്തിന്റെ ആത്മലിംഗത്തിനു വേണ്ടിയാണ് രാവണൻ തപസ് ചെയ്യുന്നത്. ആത്മലിംഗം കടലു കടന്നു പോയാൽ ഭാരത ജനതയ്ക്കുണ്ടാകുന്ന ദുരന്തത്തെ ശിവപത്നിയായ ഗംഗാദേവി ഉപദേശിച്ചെങ്കിലും തന്റെ പരമശിഷ്യന്റെ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ശിവൻ പറയുകയും അത് തിരിച്ചെടുക്കുക ദേവിയുടെ മിടുക്കാണെന്നും പരമശിവൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ പ്രകാരം ആത്മലിംഗം നൽകി ശിവൻ രാവണനെ യാത്രയാക്കുന്നു. പോകുമ്പോൾ ഒരു ഉപദേശവും ശിവൻ നൽകുന്നു: ആത്മലിംഗം കൈവിടരുത്, കൈവിട്ടാൽ അത് മണ്ണിലുറയ്ക്കും എന്നായിരുന്നു ആ ഉപദേശം. ഈ ഉപദേശം നിറവേറ്റാൻ കഴിയാത്ത വിധം ഗംഗാദേവിയുടെ ലീലാവിലാസത്താൽ മൂത്രശങ്ക അനുഭവപ്പെട്ട രാവണൻ ഒടുവിൽ ആത്മലിംഗം കൈയൊഴിയുന്നു. അങ്ങനെ മണ്ണിലുറച്ചുപോയ ആത്മലിംഗം കൊണ്ടുപോകാൻ കഴിയാതെ വ്യസനിച്ചിരിക്കുന്ന രാവണൻ സമീപ പ്രദേശങ്ങളിലെ കാനനഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ ഇവിടെ എത്തിച്ചേരുകയും അപ്പോൾ രാവണൻ ശിവനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗിച്ച സ്ഥലമാണ് രാവണേശ്വരത്തെ വൃത്താകൃതിയിലുള്ള ഗുഹ എന്നാണ് ഐതിഹ്യം. പ്രതിഷ്ഠയുടെ മൂലസ്ഥാനത്ത് ശ്രീകോവിൽ, അതിനു മുമ്പിലായി മുഖമണ്ഡപം, മണ്ഡപം, മണ്ഡപത്തിനു മുമ്പിലായി തെക്കുവടക്കു ഭാഗത്ത് 2 വാതിൽ മഠം, 2 തിടപ്പള്ളിയോടുകൂടിയ ചുറ്റമ്പലം. ചുറ്റമ്പലത്തിന്റെ കന്നിമൂല ഭാഗത്ത് വിഘ്നേശ്വരനെയും പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പിറകുവശത്ത് പരമശിവന് പിന്നിലായി പാർവതീദേവിയെയും ഭക്തർ തൊഴാറുണ്ട്. കൂടാതെ വടക്കുവശത്ത് ദേവിയെ യക്ഷി രൂപത്തിൽ പ്രത്യേകം കുടിയിരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ യക്ഷിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. മല്ലശ്ശേരി തമ്പ്രാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്നത് 1995-ലാണ്. എല്ലാ വർഷവും കുംഭം 19-ന് പ്രതിഷ്ഠാ മഹോത്സവം നടത്തിവരുന്നു. കൂടാതെ കതിരി കെട്ടുനിറ, പുത്തരി മഹോത്സവം, വിഷു ഉത്സവം, പത്താമുദയം എന്നിവയും നടത്താറുണ്ട്. രാവണേശ്വരത്തുകാരുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് എയ്ത്തോട്ടിൽ നിന്നുമാണ്. എഴുത്തു പഠിക്കാൻ പോകുന്ന കൂട് അഥവാ സ്ഥലം അതായിരിക്കാം എയ്ത്തൂടായി പരിണമിച്ചത്. 1928-ലാണ് രാവണേശ്വരം മാക്കിയിൽ LP സ്കൂൾ സ്ഥാപിതമായത്. തളാപ്പൻ കൃഷ്ണൻ നായരാണ് സ്കൂൾ സ്ഥാപിച്ചത്. സ്കൂളിനാവശ്യമായ സ്ഥലവും കെട്ടിടവും നൽകിയതും അദ്ദേഹം തന്നെയായിരുന്നു. അനുഗ്രഹീതരായ ആയിരങ്ങളെ വാർത്തെടുത്ത പുണ്യഭൂമി, രാവണേശ്വരത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭാവി വരദാനമായ പിഞ്ചുകുഞ്ഞുങ്ങളുടെ സർഗവാസനയ്ക്ക് തിരികൊളുത്തിയ സംഗമഭൂമി. സ്വന്തം സഹോദരങ്ങളെപ്പോലെ സഹപാഠികളെ സ്നേഹിക്കുവാനും കുട്ടിക്കാലം മുതൽക്കേ കിട്ടുന്നതെന്തും കൂട്ടുകാരുമായി പങ്കുവച്ച് കഴിക്കുവാനുമുള്ള രാവണേശ്വരത്തുകാരുടെ സ്വഭാവ സവിശേഷതയ്ക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ച ഗേഹമാണ് രാവണേശ്വരം പഴയ സ്കൂളും ഇവിടത്തെ മുത്തശ്ശിപ്ലാവും. അറിവിന്റെ അങ്ങാടിയിൽ മത്സരബുദ്ധിയോടെ മറ്റുള്ളവരെ ചെറുക്കാനും ഇവർ ഇവിടെ പഠിച്ചു. ഇവിടുത്തെ ആദ്യത്തെ ഹെഡ്മാസ്റ്റർ പെരിയയിലെ കോരന്മാഷായിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ രാവണേശ്വരം. 1980-ലാണ് രാവണേശ്വരത്തിന് ഹൈസ്കൂൾ പദവി ലഭിച്ചത്. അതുവരെയും രാവണേശ്വരത്തുകാർ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി പെരിയയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ഇവിടെ ക്ലാസ് റൂമിന്റെ അഭാവത്താൽ ഷിഫ്റ്റിംഗ് സിസ്റ്റമായിരുന്നു കൈക്കൊണ്ടിരുന്നത്. പിന്നീട് PTA-യുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്താൽ ക്ലാസ് റൂമിന്റെ എണ്ണം വർദ്ധിക്കുകയും ഏകദേശം 1998 ആകുമ്പോഴേക്കും കുട്ടികളുടെ പഠന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ക്രമീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് രാവണേശ്വരത്തെ വിദ്യാഭ്യാസ